എല്ലാവർക്കും തൊഴിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള LDF പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി. 5 വർഷം കൊണ്ട് 20 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ. യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിന് വിജ്ഞാന കേരളം വഴി ബൃഹത്തായ പദ്ധതി. അഭ്യസ്തവിദ്യരായ മുഴുവൻ ട്രാൻസ്ജെൻഡർമാർക്കും തൊഴിൽ. ട്രാൻസ്ജെൻഡേഴ്സിന്റെ സംരംഭകത്വ പ്രോത്സാഹനത്തിന് പ്രത്യേക പ്രാധാന്യം. ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ. എന്നാൽ 11 വർഷങ്ങൾക്ക് മുന്നേ നരേന്ദ്രമോദി മേക്ക് ഇൻ ഇന്ത്യ പ്രഖ്യാപിക്കുമ്പോൾ വാഗ്ദാനം ചെയ്ത 10 കോടി തൊഴിലവസരങ്ങൾ ഇന്നും വെറും പ്രഖ്യാപനം മാത്രമായി തുടരുകയാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വെള്ളത്തി വരച്ച വര പോലെ വെറും വാക്കായി മാറുന്ന BJPയുടെ വാഗ്ദാനങ്ങൾ പോലെയല്ല LDF മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ. ഓരോ പദ്ധതിയും എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന കൃത്യമായ വിവരങ്ങൾ പ്രകടന പത്രികയിൽ തന്നെയുണ്ട്. കുടുംബശ്രീയും വിജ്ഞാന കേരളവുമായി ചേർന്ന് 2025 ജൂലൈ മാസത്തിൽ ആരംഭിച്ച തൊഴിൽ ക്യാമ്പയിൻ ഇതുവഴി ഇതിനോടകം 2 ലക്ഷത്തോളം പ്രാദേശിക തൊഴിലവസരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഇവയിലേക്ക് 80,000 പേർക്ക് നിയമനവും നൽകി കഴിഞ്ഞു. കുടുംബശ്രീ തുടർന്ന് വരുന്ന പ്രധാന പ്രാദേശിക സേവന സംരംഭങ്ങളായ സാന്ത്വന മിത്ര, സ്കിൽ കോൾ, ഷോപ്പ് അറ്റ് ഡോർ എന്നിവ കൂടുതൽ വിപുലീകരിക്കും. അതുപോലെ തൊഴിലാളി സംഘങ്ങൾ, ഇവന്റ് മാനേജ്മെന്റ് ടീമുകൾ തുടങ്ങിയവയിലൂടെ 1 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ്. ഈ ധനകാര്യ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് 3 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാനാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അടുത്ത 5 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നത്. ഒരു സ്ത്രീക്ക് ശരാശരി 10,000 രൂപ പ്രതിമാസ വരുമാനം കണക്ക് കൂട്ടിയാൽ പോലും 24,000 കോടി രൂപ ഇതുവഴി സാധാരണക്കാരുടെ വീടുകളിൽ അധിക വരുമാനമായി എത്തിക്കാനാകും. കൂടാതെ ജെൻഡർ ബജറ്റിംഗ്, ജെൻഡർ അവബോധം എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യവും. പുതിയ പ്രാദേശിക തൊഴിൽ മേഖലകളിലേക്ക് സ്ത്രീകളെ ആകർഷിക്കുന്നതിനുള്ള പ്രോജക്റ്റുകൾ, അതായത് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉയർത്തുന്നതിനുള്ള മുഖ്യ ഏജൻസിയായി കുടുംബശ്രീയെ വളർത്തുകയാണ്. ഇങ്ങനെ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് ദേശീയ ശരാശരിയുടെ പകുതിയായി താഴ്ത്തുക എന്നതാണ് ലക്ഷ്യം. ആദ്യ പരീക്ഷയിൽ 600-ൽ 580 നേടിയ, 2ാം വട്ടം 900-ൽ 900 നേടിയൊരു മുന്നണി മറ്റൊരു സമഗ്ര മാനിഫെസ്റ്റോയുമായി തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ എന്ന് നെഞ്ചുറപ്പോടെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ജനങ്ങളോട് വികസനത്തിന് ഒരു വോട്ട് ചോദിക്കുകയാണ്.